ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ്. അപ്പോൾ ഗോൾഡ് സൂക്കിൽ മെട്രോയും കാത്താണ്ട് ഇരിക്കുകയുണ്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മൂന്നാമത്തെ സ്റ്റോപ്പാണ്. ഇപ്പോൾ മെട്രോ കയറി മൂന്നാമത്തെ സ്റ്റോപ്പിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 2 മണിയാണെങ്കിലും നല്ല തണുത്ത കാറ്റാണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഗോൾഡ് സൂക്ക് വരുന്നത് ഈ റോഡിൻ്റെ മറുവശത്താണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യണം. അതൊരു മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 200 മീറ്റർ മുന്നോട്ട് പോകുന്നപ്പോഴാണ് നമുക്ക് ഈ ഗേറ്റ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഗേറ്റ് നമ്പർ 2 നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ പല രാജ്യക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വിദേശികളാണ് ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഗോൾഡിനായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വിദേശികൾ ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിൽ ഏകദേശം 300-ൽ കൂടുതൽ ഷോപ്പുകളുണ്ട്. ഗോൾഡ് ഷോപ്പുകൾ മാത്രമാണ്. ദുബായിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലത്തെ സ്ത്രീകളൊന്നും ഇതുപോലത്തെ ഡിസൈൻസൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വർണം കൊണ്ടാണ് ഇവിടുത്തെ സകല കളി കേട്ടോ. ഡ്രസ്സായിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, വാച്ചായിക്കോട്ടെ, ബെൽറ്റ് ആയിക്കോട്ടെ, എല്ലാ സംഗതികളും ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിക്കുക. ഓരോ മോഡൽസ് ഇതിലൊക്കെ കാണുന്ന ഓരോ മോഡൽസ് നോക്കി ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മോഡൽസൊക്കെ കാണുന്നത്. അപ്പോൾ മുന്നോട്ട് പോകും തോറും വ്യത്യസ്തമായ ഡിസൈനുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഗോൾഡ് സൂക്ക് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത്രയും മനോഹരമായ ഡിസൈനുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷോപ്പിലും 3 സെയിൽസ്മാന് അല്ലെങ്കിൽ 4 സെയിൽസ്മാന് അല്ലെങ്കിൽ 2 സെയിൽസ്മാന് അത്രയേ ഉള്ളൂ കേട്ടോ. ഷോപ്പുകൾ അത്രയും ചെറിയ ചെറിയ ഷോപ്പുകളാണ്. പക്ഷേ അത് കളക്ഷൻ എന്ന് പറയുന്നത് അതിഗംഭീരമായ കളക്ഷൻസാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിങ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചൊരു റിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഗോൾഡ് കൊണ്ടുള്ള ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്നതാണ് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ബാഗാണ്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കണ്ട് നമ്മൾ പോകുമ്പോൾ ആ ടാക്സിൻ്റെ പൈസ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഗോൾഡ് സൂക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഗോൾഡ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഗോൾഡ് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. നെഡ്സിൻ്റെ ഷോപ്പുകളും ഡ്രസ്സിൻ്റെ ഷോപ്പുകളും പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുരുമുളക്, അതുപോലത്തെ ഒരുപാട് ഏലക്ക, ഒരുപാട് സാധനങ്ങൾ ഇവിടെ അടുക്കി വെച്ചുകൊണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അവിടുന്ന് പുറത്തിറങ്ങിയാണ്ട് ഒരു 100 മീറ്റർ അല്ല, ഒരു 50 മീറ്റർ മുന്നോട്ട് പോന്നാൽ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാർ ദുബായിക്ക് 1 ദിറംസ് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാം ബോട്ട് വഴി. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് ഓൾഡ് ബലദിയ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ ഒരുപാട് ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ സീബ്ര ക്ലോസിൻ്റെ മറ്റു വശത്താണ് നമ്മളെ ബോട്ടിങ് വരുന്നത് കേട്ടോ. ഇവിടുത്തെ RTOൻ്റെ പ്രകാരം 1 ദിറംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാർ ദുബായിക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ബോട്ടുകളുണ്ടല്ലോ, ഒരുപാട് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ബോട്ടിലാണ് നമ്മൾ ബാർ ദുബായിക്ക് പോകുന്നത്. ഇവിടുന്ന് 1 ദിറംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം, ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യാം. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഇൻസ്റ്റാ വീഡിയോസിലും റീൽസിലും ഒക്കെ നിങ്ങൾ കണ്ടുക്കും ഈ സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒരുപാട് ബോട്ടുകളിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യണമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏത് ഭാഗത്തേക്കും നമുക്ക് 1 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ദുബായിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. നല്ല
അടിപൊളി സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുറഞ്ഞ ചിലവിൽ ദുബായിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ യാത്രനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും ദുബായിൽ. ദുബായിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും മെട്രോ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ദുബായ് മൊത്തത്തിൽ കറങ്ങാൻ സാധിക്കും. ഈ പക്ഷികളെയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ബാർ ദുബായിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഗോൾഡ് സൂക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം. ബോട്ട് വരുമ്പോൾ അതിൻ്റെ മുന്നേ ക്യൂ നിന്നിട്ട് ആ ലൈൻ ബേസ് ആയിക്കൊണ്ടാണ് ഇവിടെ ആളുകളെ കടത്തി വിടുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് ബാർ ദുബായിക്കാണ്. അപ്പോൾ ബാർ ദുബായത്തെ കാഴ്ചകളും അതുപോലെ എബ്രൈത്തെ കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ദുബായിത്തെ ഓരോ സ്പോട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിക്കാണ്ട് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.